PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ള 50 സാധ്യതാ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ പേരിലോട്ട് വീഡിയോ എത്തിക്കാനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ലോകരാജ്യങ്ങളിൽ വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം ഏതാണ്? ബ്രസീലാണ്. ബ്രസീൽ. അടുത്ത ചോദ്യം, 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുര. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. കാഞ്ചൻജംഗ. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഹിമാദ്രിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് എവറസ്റ്റ് ആണ്. മൗണ്ട് എവറസ്റ്റ്. അടുത്ത ചോദ്യം, സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് മസൂറിയാണ്. മസൂറി. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ശ്രീനഗറും കാർഗിലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില ചുരമാണ്. സോജില ചുരം. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേട്ടു ആണ്. മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്കേ അറ്റം. ഇന്ത്യയുടെ വടക്കേ അറ്റം എന്താണ്? ഇന്ദിരാകോൾ ആണ്. ഓക്കെ, ഇന്ദിരാകോൾ. ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാകോൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? മൗസിൻഡ്രമാണ്. മൗസിൻഡ്രം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മേഘാലയ. മേഘാലയ. അടുത്ത ചോദ്യം നോക്കാം. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം 2008 നവംബർ 4-നാണ് ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമി. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി. അടുത്ത ചോദ്യം, ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം. ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ്? 36 ദ്വീപുകളാണ് ഉള്ളത്. 36 ദ്വീപുകൾ. കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദം ഏതാണ്? കർണാടക, കേരളം എന്നിവിടങ്ങളിൽ ഉഷ്ണകാലത്ത് വീശുന്ന പ്രാദേശിക വാദം. ഓക്കെ, പ്രാദേശിക വാദമാണ് മാംഗോ ഷവർ ആണ്. മാംഗോ ഷവർ. റിഗർ മണ്ണ്, ചെർണോസം. റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മണ്ണിനം ഏതാണ്? കറുത്ത മണ്ണാണ്. കറുത്ത മണ്ണാണ് റിഗർ മണ്ണ്, ചെർണോസം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. മണ്ണും ജലമോ ഉപയോഗിക്കാതെയുള്ള മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷി രീതി അറിയപ്പെടുന്ന പേരെന്താണ്? എയറോപോണിക്സ്. എന്താണ്? എയറോപോണിക്സ്. മണ്ണോ ജലമോ ഉപയോഗിക്കാതെയുള്ള കൃഷിരീതി അറിയപ്പെടുന്നതാണ് എയറോപോണിക്സ്. അടുത്ത ചോദ്യം,
കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ്. തിരുവനന്തപുരത്തെ ശ്രീകാര്യമാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം നോക്കുക. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനാണ്. MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായമാണ്. പരുത്തി വ്യവസായം. സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാലാണ്. ഹരിയാനയിലെ കർണാലാണ് സെൻട്രൽ സോയിൽ സലൈനിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏക വജ്രഖനി, ഇന്ത്യയിലെ ഏക വജ്രഖനി ഏതാണ്? പന്ന വജ്രഖനിയാണ്. മധ്യപ്രദേശിലാണ്. പന്ന വജ്രഖനി മധ്യപ്രദേശ്. ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം? ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്നത് അഫ്ഗാനിസ്ഥാനാണ്. അഫ്ഗാനിസ്ഥാനാണ് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം. സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി? സർദാർ സരോവർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ്. നർമ്മദ നദി. അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ, അറ്റോമിക് എനർജി കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ്? ഡോക്ടർ ഹോമി ജെ ഭാഭയാണ്. ഡോക്ടർ ഹോമി ജെ ഭാഭ. ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രം ഏതാണ്? ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ കേന്ദ്രം മണികരൺ. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മണികരൺ ആണ് ഇന്ത്യയിൽ ചൂട് നീരുറവയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ആദ്യ കേന്ദ്രം എന്ന് പറയുന്നത് മണികരൺ ആണ്. മണികരൺ. പാരമ്പര്യേതര ഊർജ സ്രോതസ് ഏതൊക്കെയാണ്? കാറ്റ്, തിരമാല, ജിയോ തെർമൽ, സോളാർ. ഇതെല്ലാം എന്താണ്? പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്. അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത, ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത ഏതാണ്? 966B ആണ്. 966B ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാത. നീളം കൂടിയത് ഏതാണ്? NH44 ആണ്. NH44 ആണ്. നീളം കുറഞ്ഞത് 966B ആണ്. അടുത്തത് NW1 ദേശീയ ജലപാത 1 ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏതാണ്? അലഹബാദ് ടു ഹാൽഡിയാണ്. അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് NW1 ദേശീയ ജലപാത 1. അലഹബാദിനെയും ഹാൽഡിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം, കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബേലാപൂർ ആണ്. ബേലാപൂർ. അടുത്ത ചോദ്യം നോക്കുക. സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്? സർദാർ വല്ലഭായി പട്ടേൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം, ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. ബംഗാൾ ഗസറ്റ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ സ്റ്റീൽ പ്ലാന്റ്. ആസാമിലെ പ്രധാന ആഘോഷം ഏതാണ്? ആസാമിലെ പ്രധാന ആഘോഷം ബിഹു ആണ് കേട്ടോ. ബിഹു. ആസാമിലെ പ്രധാന ആഘോഷം ഏതാണ്? ബിഹു ആണ്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്, എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാൾ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണ്? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ്. 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് മുതൽ 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് വരെയാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം.
മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം എത്രയാണ്? 8848 മീറ്റർ ആണ് കേട്ടോ. 8848 മീറ്റർ ആണ്. 8848 മീറ്റർ ആണ് മൗണ്ട് എവറസ്റ്റിൻ്റെ ഉയരം. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേര് എന്താണ്? ജമുന എന്നാണ് അറിയപ്പെടുന്നത്. ബംഗ്ലാദേശിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്നത് ജമുന എന്ന പേരിലാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകൾ. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്നത് ബജ്റ, ജോവർ എന്നീ വിളകളാണ്. ബജ്റ, ജോവർ. പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളാണ് നർമ്മദ, താപ്തി എന്നിവ. നർമ്മദ, താപ്തി. റബ്ബറിന്റെ ജന്മദേശം ബ്രസീലാണ്. ബ്രസീൽ. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ദുർഗാപൂർ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏതാണ്? ജാറിയ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാറിയ. അസമിലെ കാസരിംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? അസമിലെ കാസരിംഗ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമായതാണ് കാസരിംഗ ദേശീയോദ്യാനം. ഉത്തരായന രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം. 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. കടൽ തീരം കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത് ആണ്. ഗുജറാത്ത്. ജിം കോർബറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ്. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? മാർച്ച് മുതൽ മെയ് വരെയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ തുറമുഖം ദീൻ ദയാൽ തുറമുഖമാണ്. കാണ്ട്ല തുറമുഖം അല്ലെങ്കിൽ ദീൻ ദയാൽ തുറമുഖമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ എണ്ണ ശുദ്ധീകരണശാല ദിഗ്ബോയ് ആണ്. ദിഗ്ബോയ് എണ്ണ ശുദ്ധീകരണശാലയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. 50 ചോദ്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത പ്രിലിംസിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ PDF ഞാൻ ടെലഗ്രാമിൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ പോയിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്